ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നതൊരു ഈസി നൂഡിൽസ് റെസിപ്പിയാണ്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഗി സൂപ്പി നൂഡിൽസ് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ നൂഡിൽസ് ഐറ്റംസ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായി വന്നപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഞാനതിലേക്ക് ഒഴിക്കുകയാണ്. പാത്രം നല്ല രീതിയിൽ ചൂടായിരുന്നത് കൊണ്ട് വെളിച്ചെണ്ണയും ഇപ്പോൾ ഒന്ന് ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ ഇട്ടപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം എണ്ണ നല്ല രീതിയിൽ ചൂടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് തക്കാളി അരച്ചതാണ്. വെറുതെ തക്കാളി അരച്ചതല്ല, അതിൽ നമ്മൾ എരിവിന് കുറച്ച് മുളക് പൊടിയും ലേശം ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്ത തക്കാളി പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി ആ തക്കാളിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല രീതിയിൽ വരണം. സോ അതിന് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തക്കാളി ഒന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങും. ആ ഒരു വെള്ളമെല്ലാം വറ്റാനായിട്ടും ജസ്റ്റ് ഒന്ന് വെന്ത് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ ആ ഒരു എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല രീതിയിൽ വെന്ത് നല്ല വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് മാഗിയുടെ മസാലയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാലയെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം ആ ഒരു തക്കാളി പേസ്റ്റും ആ ഒരു മസാലയും തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. മസാലയും കൂടി ആഡ് ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു പേസ്റ്റിലേക്ക് നമുക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളും വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് നോക്കണം, കാരണം ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തിളച്ച് തുടങ്ങാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിളച്ച് വരുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കിനി ആ ഒരു മാഗിയുടെ ആ ഒരു നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നൂഡിൽസ് ഇട്ടത് കൊണ്ട് ആ ഒരു നൂഡിൽസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി വെന്ത് വരുന്ന നൂഡിൽസിലേക്ക് നമ്മൾ 2 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ മുട്ട ഇടുന്നതിനോട് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറൊരു പാനിൽ മുട്ട വറുത്താണെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് നല്ല രീതിയിൽ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ ആ ഒരു മുട്ടയാണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ മാഗി സൂപ്പി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കാനും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.